ദൈവത്തിന് ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു രാത്രികാലം കൂടെ തിരുവചനവുമായി തിരുസഭയുടെ മുമ്പായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം കരുണയത്തിനെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യാൽ ഈ രാജ്യത്ത് കടന്നു വരുവാൻ അവിടുത്തെ മക്കളോടൊത്ത് കർത്താവിനെ സ്തുതിപ്പാനൊക്കെ അടിയങ്ങളെ കുടുംബമായി സഹായിച്ച ദൈവകൃപയെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ഒക്കെ ദൈവത്തിന്റെ പദ്ധതികളിലായിരുന്നു. അവിടുത്തെ മക്കളെ ഒന്ന് കാണുവാൻ, സദാ അവരുടെ കൂടെ കൂട്ടായ്മ ആചരിപ്പാനും സന്തോഷിപ്പാനും അവരുടെ ആദ്യങ്ങളൊക്കെ സ്വീകരിപ്പാനും എല്ലാം കർത്താവ് സഹായിച്ചു. നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവം അത്ര കരുണയുള്ള പിതാവാണെന്ന് പിന്നെയും പിന്നെയും രുചിച്ചറിയുവാൻ കർത്താവ് എന്നെ കുടുംബമായി സഹായിച്ചു. നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്ത വലുതാണ്. നാം ചിന്തിക്കുന്നതിനപ്പുറത്ത് അവൻ വലിയ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം എപ്പോഴും മഹത്വപ്പെടട്ടെ. പിന്നെയും കർത്താവിന്റെ വചനം സൃഷ്ടിപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല സമയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. വചനം ജീവനുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം. അത് ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ വചനം അത് ദൈവമായ കർത്താവ് തന്നെ. അത് ദൈവശ്വാസീയമാകിയാൽ അത് ദൈവം തന്നെ. പ്രൈസ് ദി ലോർഡ്. സംസാരിക്കുന്നത് വചനം നാം പറയുന്നുവെങ്കിലും ദൈവമായ കർത്താവ് നമ്മോട് സംസാരിപ്പാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ കേൾക്കുമ്പോൾ ഹല്ലേലൂയ ആത്മാവിൽ നമ്മൾ ബലപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ നിരാശകളെ മാറ്റി പ്രത്യാശ ഉളവാക്കുന്ന ദൈവത്തിന്റെ വചനം അത് ജീവനുള്ളതായതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. അത് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുന്നതായതുകൊണ്ട്, അത് മരിച്ചതിനെ ജീവിപ്പിക്കുന്നതായതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അത് നമ്മളെ വളരെ സ്തോത്രം ഹല്ലേലൂയ ബലപ്പെടുത്തും, ശക്തീകരിക്കും. പരിശുദ്ധാത്മാവിന്റെ ബലത്തോടെ ഇത് ശ്രവിപ്പാൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവിധങ്ങളായ ആവശ്യങ്ങളോടുകൂടെ ആയിരിക്കുന്ന മക്കളുണ്ട്. സ്തോത്രം. നമുക്കൊക്കെയും ഓരോ ആവശ്യങ്ങളൊക്കെയും ഉണ്ട്. സ്തോത്രം. അതിന്മേലെല്ലാം നമ്മൾ പ്രാർത്ഥനയോടെ ജാഗരിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സ്തോത്രം അതിന്മേൽ പ്രവർത്തിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നമുക്കൊരു വാചനത്തിലേക്ക് കടക്കാം. സ്തോത്രം ചെയ്യുന്നു. കാരണം അധികം പറയാൻ അരമണിക്കൂറല്ലേ ഉള്ളൂ. അതിൽ നമുക്ക് ഇതിനകത്ത് തീർക്കണമല്ലോ. സ്തോത്രം. ദൈവം തന്ന കർത്താവ് കാണിച്ചു തന്നൊരു വചനത്തിൽ നിന്ന് അല്പം ആത്മാവിൽ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക. നിങ്ങൾ പല പ്രാവശ്യം കേട്ട് വചനം തന്നെയാണ്. കർത്താവിന്റെ ആത്മാവ് അതിൽ കൂടെയാണ് പിന്നെയും സംസാരിക്കാൻ പോണത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1 ലേഖനത്തിന്റെ 5-ാം അധ്യായം 5-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സ്തോത്രം. 1 പത്രോസ് 5:6, 7, 8. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ്ക്ക് താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവേൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ഈ 3 വചനത്തിൽ നിന്ന് 3 വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മെ തെറ്റിച്ചു കൊണ്ടുപോകുന്നത് പിശാചാണെന്ന് വ്യക്തമായിട്ട് കാണിച്ചിരിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. പിശാച് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, ആരെ തെറ്റിക്കാൻ നടക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമം ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. പഴയ നിയമത്തിന്റെ ഹല്ലേലൂയ. സ്തോത്രം. അല്ലെ ന്യായപ്രമാണത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ വെള്ളത്തെ രക്തമാക്കിക്കൊണ്ട് ആരംഭിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പുതിയ നിയമം ആരംഭിക്കുന്നത് വെള്ളത്തെ വീഞ്ഞായിക്കൊണ്ട് ആരംഭിക്കുന്നു. പഴയ നിയമം ഹല്ലേലൂയ. സ്തോത്രം. അല്ലെങ്കിൽ ന്യായപ്രമാണം ആരംഭിക്കുന്നത് സ്തോത്രം ചെയ്യുന്നു ദൈവമക്കളെ ഉപദ്രവിച്ചവരെ ന്യായം വിധിച്ചുകൊണ്ട് ആരംഭിക്കുമ്പോൾ പുതിയ നിയമം കൃപയുടെ ഹല്ലേലൂയ കരുതൽ കൊണ്ട് ആരംഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എത്ര കരുതലോടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് കരുണയുടെ പ്രമാണമായി, സ്നേഹത്തിന്റെ പ്രമാണമായി നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിലെ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ജനത്തെ ദൈവജനത്തെ ഉപദ്രവിച്ച
ഹാലേലുയ മിസ്രയീമിലെ ന്യായം വിധിച്ച് സ്തോത്രം അവിടുന്ന് ഇറക്കിക്കൊണ്ടുവരുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. ഹാലേലുയ അവിടെ ആരംഭിക്കുന്നത് തന്നെ സ്തോത്രം ഒരു ന്യായവിധിയോടെ നമുക്ക് കാണാൻ പ്രാർത്ഥിക്കും. ദൈവം ആരാണെന്നും തന്റെ മക്കളെ എങ്ങനെയാണ് കരുതുന്നതെന്നും അവന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അവരെ ഉപദ്രവിക്കുന്നവരെ ന്യായം വിധിക്കുമെന്നും വ്യക്തമായിട്ട് കാണിച്ചുകൊണ്ട് തന്നെ അവിടെ ഇറക്കി പോരുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഹാലേലുയ സ്തോത്രം. നിങ്ങളെ തൊടുന്നവൻ എന്റെ കൺമണിയെ തൊടുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ദൈവം തന്റെ മക്കളെ എത്ര കരുണയോ എത്ര കൃത്യതയോടെയാണ് കാക്കുന്നത് ഓർത്തുകൊള്ളുക. സ്തോത്രം ചെയ്യുന്നു. ഹാലേലുയ ഹാലേലുയ സ്തോത്രം സ്തോത്രം. ആയിരക്കണക്കിന് എബ്രായ കുഞ്ഞുങ്ങൾ, ലക്ഷക്കണക്കിന് എബ്രായ കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ മുക്കിക്കൊന്ന് ഹാലയുടെ രക്തം കുടിച്ച ഫറവോന്റെ ദേവതയെ, ഫറവോന്റെ ആരാധനായ ദേവതയെ സ്തോത്രം കർത്താവ് ഏൽപ്പിച്ച, മോശയുടെ കയ്യിൽ ഏൽപ്പിച്ച അത്ഭുത വടി കൊണ്ട് ഒറ്റയടിക്കതിന് അതിന്റെ തല പിളർത്തി രക്തം ശ്രദ്ധിക്കുവാൻ തക്കോണം നമ്മൾ കാണുക. സ്തോത്രം ചെയ്യുന്നു. അവിടെ ന്യായവിധി കാണുക. എബ്രായ കുഞ്ഞുങ്ങളെ തന്റെ മക്കളെ ന്യായം വിധിച്ച് തന്റെ മക്കളെ കൊന്നൊടുക്കിയ സ്തോത്രം ആ ദേവതയുടെ തലയ്ക്ക് തന്നെ അടികൊണ്ടു നമുക്ക് കാണാൻ സാധിക്കും. അതിനെ രക്തമാക്കി തീർത്തു. സ്തോത്രം ന്യായവിധി. സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ തന്നെ നോക്കിക്കേ ഇസ്രായേൽ മക്കളെ ന്യായം വിധിച്ച മക്കളെ വിഷമിച്ച് കഷ്ടപ്പെടുത്തി കൊണ്ടുവന്ന അവരെ പട്ടിണി കിടത്തി അവരെ അധ്വാനിപ്പിച്ച് നിങ്ങൾ നമുക്ക് വായിച്ചു വരും പറയാം. ഇഷ്ടികയൊന്നും ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കൊടുക്കാതെ, അതിനുള്ള ഐറ്റംസ് കൊടുക്കാതെ അവർ ഇഷ്ടിക ഉണ്ടാക്കാൻ നിർബന്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്രമാത്രം കഷ്ടപ്പെടുത്തി കൊണ്ടുവന്ന ആ ജനത്തെ ദൈവമായ കർത്താവ് ന്യായം വിധിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തിന്റെ കഷ്ടത കണ്ടു ഞങ്ങളുടെ നിലവിളി കേട്ടു എന്ന് പറഞ്ഞ് മോശയെ വിളിച്ച് തന്റെ ജനത്തെ വിടുവിക്കുവാൻ ഇറങ്ങി വന്ന ദൈവം. ഹാലേലുയ സ്തോത്രം ചെയ്യുന്നു. ഹാലേലുയ അവിടെ നടത്തിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സ്തോത്രം ചെയ്യുന്നു. ഹാലേലുയ സ്തോത്രം. ന്യായവിധിയോടെ അവിടെ ഇറക്കൊണ്ടുവന്നു. അവരെ എല്ലാം ന്യായം വിധിച്ച് ഇറക്കൊണ്ടുവന്നു. സ്തോത്രം ചെയ്യുന്നു. ഹാലേലൂയ. 10 ബാധകൾ വരുത്തിയിട്ടും 9 ബാധകൾ വരുത്തിയിട്ടും ഒരു സംബന്ധത്തിന്റെ അവസാനം 10ാമത്തെ ബാധയിലാണ് സ്തോത്രം അവരെ ഇറക്കിക്കൊണ്ടുവരാൻ സാധിച്ചത്. അതുവരെ അവർ പിടിച്ചു എന്നുള്ളതാണ്. അപ്പൊ എത്രമാത്രം ആ ദുഷ്ടൻ പിടിച്ചു എന്ന് ഓർക്കുക. ദൈവമക്കളെ വിടാതെ എങ്ങനെയാണ് അവിടെ പിടിച്ചതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സ്തോത്രം. ഇവരെ ഇട്ട് പണിയിപ്പിച്ചിട്ട് ഇവരുടെ അധ്വാനം മുഴുവൻ ഫറവോനും കൂട്ടനും കൈക്കലാക്കി. മിസ്രയീമ്യർ മുഴുവൻ ഈ പാവപ്പെട്ട ജനതയെ ഇട്ട് അധ്വാനിപ്പിച്ചിട്ട്, ദൈവജനത്തെ ഇട്ട് അധ്വാനിപ്പിച്ചിട്ട് അവരുടെ പണം കൊണ്ട് അവർ വലിയ സമ്പന്നന്മാരായി. സ്വതയുടെ ഭാര്യമാരുടെ കുട്ടികളൊക്കെ വലിയ സ്വത കിട്ടിയത് കൊണ്ടൊക്കെ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് സുഭിക്ഷമായി നടക്കുമ്പോൾ സ്വതം ആസാഫിന്റെ സംഗീതത്തിൽ പറയുന്ന പോലെ പുഷ്ടി കൊണ്ട് അവരുടെ കണ്ണുയർന്നു നിൽക്കുന്ന ഒരു വലിയ സമ്പത്തുള്ളവരായി അവരെ ഉദ്ധരിച്ച സുഭിക്ഷയോടെ വളരെ വളരെ സ്തോത്രം സാമ്പത്തികമായി ഉയർന്ന നിലയിൽ അവര് നടക്കുമ്പോൾ ഇവരവിടെ ഇരുന്ന് ഇവർ ദൈവമക്കളായ അവരിന്ന് കഷ്ടപ്പെടുകയാണ്, അവരെ നോക്കുകയാണ്. പക്ഷെ ഒരു കാര്യം സത്യമായിട്ട് വിചാരിച്ചോണം, അതിൽ നിന്നെല്ലാം അവരെ ഉപദ്രവിച്ചതെല്ലാം ന്യായം വിധിച്ചിട്ടാ കൊണ്ടുവന്ന കർത്താവ്. സ്തോത്രം. ന്യായവിധിയുടെ ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സ്തോത്രം ചെയ്യുന്നു. ഇവരെ കഷ്ടപ്പെടുത്തി ഉണ്ടാക്കിയ സകല ആഭരണങ്ങളും, പൊന്നാഭരണങ്ങളും, വെള്ളിയാഭരണങ്ങളും മുഴുവനും കഴിഞ്ഞ 430 വർഷം ഇട്ട് കഷ്ടപ്പെടുത്തി അവരെ കൊണ്ട് പണിയിപ്പിച്ച് അവരുണ്ടാക്കിയെടുത്ത് മുഴുവനും തിരിച്ചു മേടിപ്പിക്കാൻ, തന്റെ മക്കൾക്ക് തിരികെ കൊടുക്കാൻ എന്റെ കർത്താവ് സഹായിച്ചു എന്നുള്ളതാണ്. സ്തോത്രം ചെയ്യുന്നു. ഒരു ആദ്യജാതന്മാരെ കുഴിച്ചിടുന്നതിന്റെ ബഹളത്തിൽ ഇവർ ചെന്ന് ചോദിച്ചോളാൻ പറഞ്ഞിരിക്കും. സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു മേടിച്ചോളാൻ പറഞ്ഞു. ചോദിച്ചതൊക്കെ അവർ കൊടുത്തു. സ്തോത്രം. തൃശ്ശൂരൊക്കെ പറയും ഇവറ്റകളൊന്ന് പോയി കിട്ടിയാൽ മതി എന്ന്. ഇങ്ങനെ ഭാഷ ഇവർ പറയും. ഇവറ്റകൾ എന്ന് പറഞ്ഞതുപോലെ ഇവറ്റകളൊന്ന് പോയാൽ മതി എന്ന് എങ്ങനെയും, കാരണം ഇവർ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനമില്ല. അങ്ങനെ വിഷമിപ്പിച്ചവരെ അവർ ആഭരണപ്പെട്ടിയോടെ കൊണ്ടുപോകാൻ പറഞ്ഞു, മുഴുവത്തോടെ കൊണ്ടുപോകാൻ പറഞ്ഞു. ദൈവമക്കളെ സ്തോത്രം ചെയ്യുന്നു. എത്ര വലിയൊരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവരെ സകലവും തിരികെ കൊടുത്തു വിട്ടു. ഒരു കുളമ്പടി പോലും ശേഷിക്കാതെ കർത്താവ് അവരെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വലിയ ജനക്കൂട്ടം, ഒരു സമ്മിശ്ര ജാതി തന്നെ. ഹല്ലേലൂയ സ്തോത്രം. ഈ ജനം ശരിക്കും ഇസ്രായേൽ മാത്രമല്ല, ഒരു സമ്മിശ്ര ജാതി. ഇവരോട് ഇടപെടുന്ന ഇവരുടെ ദൈവമാണ് ഏറ്റവും വലിയ ദൈവം എന്ന് മനസ്സിലാക്കി കുറെ ജാതികളും കൂടി അവിടുന്ന് പോകുന്നു. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ തന്റെ ദൈവം തന്റെ മക്കളെ പുറപ്പെടുവിച്ചു. പക്ഷെ എന്നാൽ നോക്കിയേ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നോക്കിയേ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടെ കരുണയാണ് കാണുന്നത്. കരുണയും സ്നേഹമുള്ള ഒരു ദൈവത്തിന്റെ കരുതലാണ് കാണുന്നത്. ഹല്ലേലൂയ. അവിടെ ന്യായവിധിയോടെ പുറപ്പെടുവിക്കുക. രക്തത്തെ സ്തോത്രം വെള്ളത്തെ രക്തമാക്കി പുറപ്പെടുവിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഇവിടെ വെള്ളത്തെ വീഞ്ഞാക്കുക. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു കുടുംബത്തിൽ വരാമാകുന്ന വലിയ നാണംകേട്ടിൽ നിന്നും വലിയ അവസ്ഥയിൽ നിന്നും ഇല്ലായ്മയിൽ നിന്നും അവരെ കരുണയോടെ വിടുവിച്ചവരെ അറിയാതെ തന്നെ അവരുടെ കുടുംബത്തിന്റെ സമാധാനത്തെ
ദൈവത്തെ അവരുടെ കുടുംബത്തിന്റെ ഇല്ലായ്മയെ നികത്തി കൊടുക്കുന്ന ഒരു ദൈവത്തിന്റെ കരുണ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആ കരുണയിലാണ് ഇന്ന് നാം ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ശ്രദ്ധിക്കുക. കാരണം ആരാധിക്കുന്ന ദൈവം വലിയവൻ. അവൻ നമ്മെ വിടുവിച്ച് നമ്മെ കൊണ്ടുവന്ന ഈ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്നുള്ള പുതിയ സഭയിലേക്ക് നമ്മെ കൊണ്ടുവന്നത് തന്റെ തിരുരക്തം കൊണ്ടാണ്. സ്തോത്രം ചെയ്യുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ തോട്ടത്തിലേക്ക് കയറുവാൻ നമുക്ക് അവകാശമില്ലായിരുന്നു. എന്നാൽ ഹല്ലേലൂയ തോട്ടത്തിലേക്ക് പ്രവേശനം തന്നത് ഹല്ലേലൂയ സ്തോത്രം യേശു കർത്താവിന്റെ തിരുരക്തമാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ നാം പ്രത്യേകം ഓർക്കുക, ദൈവം എത്ര ഉന്നതനാണ്, ദൈവം എത്ര വലിയവനാണ്, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വാക്കു മാറാത്തവനാണ്. സ്തോത്രം ചെയ്യുന്നു. ഏത് ചെറിയ ആവശ്യങ്ങളിലും അവൻ നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകാതിരിക്കുക. വീണ്ടും അർപ്പിക്കുന്നു, ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ, നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിന്മേൽ, നിരാശരായി ഇരിക്കുന്ന വിഷയത്തിന്മേൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. വിശ്വാസത്തോടെ തിരുസന്നിധിയിൽ ഇരിക്കുക, വിശ്വാസത്തോടെ മുമ്പോട്ട് പോവുക. ദൈവമായ കർത്താവ് സഹായിട്ടെ. ഈ പത്രോസ്ലീഹയുടെ ലേഖനത്തില് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പത്രോസ് തന്റെ ജീവിതാവസാനത്തിങ്കൽ ലേഖനം എഴുതുക. താൻ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ, താൻ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിനെ വ്യക്തമായി നമ്മോട് സംസാരിക്കുവാണ്. ആരാണ് യേശുവെന്നും ആരാണ് ദൈവമെന്നും വ്യക്തമായിട്ട് അനുഭവിച്ചറിയുന്ന ഒരു ദൈവദാസനാണ്. ഹല്ലേലൂയ സ്തോത്രം. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ള ഏറ്റവും ശക്തനായ അവരുടെ ലീഡർ എന്ന് വേണം വിശേഷിക്കാവുന്ന സ്തോത്രം ചെയ്യുന്നു ഈ പത്രോസിനെ ദൈവം മുന്നമേ കണ്ടതാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആദ്യം വന്നപ്പോഴെ തന്നെ കണ്ടു, ഈ പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്നുള്ള വാഗ്ദത്തം സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ കൊടുത്തതാണ്. സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ മത്തായി അതൊന്ന് വായിച്ചേ. വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13 വാക്യങ്ങൾ പെട്ടെന്ന് എനിക്ക് 2-3 വാക്യങ്ങൾ വായിച്ച് സഹായിക്കണം. വിശുദ്ധ മത്തായി സുവിശേഷം 16-13 മുതൽ. യേശു ഫിലിപ്പിന്റെ കൈസരയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നുവെന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, ബറയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് ഒക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടി ഇരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നുത്തരം പറഞ്ഞു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കർത്താവ് പത്രോസിന്റെ ഏൽപ്പിക്കാൻ തക്കവണ്ണം പത്രോസ് ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ യേശു കർത്താവ് സ്തോത്രം ചെയ്യുന്നു. താക്കോൽ കൊടുത്ത് ഏൽപ്പിക്കുന്നു എന്നാ പറഞ്ഞത്. ഞാൻ നിനക്ക് തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണ് നീ എന്ന് അവരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റു പറഞ്ഞപ്പോൾ ആ പാറമേൽ, ഉറച്ച പാറമേൽ സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തു മൂലക്കല്ലായിരിക്കെ രണ്ടാമത്തെ കല്ലായിട്ട് വെക്കുന്ന പത്രോസിനെ കാണാം. സ്തോത്രം ചെയ്യുന്നു. ബലമുള്ള കല്ല്. ഇതാണ് പാറ. ഈ പാറമേൽ, ഈ വിശ്വാസമാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഇതിനെ ജയിക്കാൻ ഒരു പിശാചിനും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ദൈവത്തെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഒരിക്കലും പിശാചിന് ജയിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവ ശബ്ദം കേട്ട ഒരു മനുഷ്യനെ ഒരിക്കലും പിശാചിന് തെറ്റിക്കാൻ പറ്റില്ല. സ്തോത്രം. ദൈവ ദർശനെ കണ്ട ഒരു മനുഷ്യനെ തെറ്റിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമുണ്ടെന്ന് ഉറപ്പും ധൈര്യവും ഉണ്ടായ ഒരു മനുഷ്യൻ ഒരിക്കലും തെറ്റിക്കാൻ. നോക്കിയേ, സ്തോത്രം, അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചു. സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം അബ്രഹാം ഏത് കുടുംബത്തിൽ നിന്നാണ് വന്നത്? ബിംബങ്ങളിൽ ഉണ്ടാക്കി വിൽക്കുന്ന കുടുംബത്തിൽ നിന്ന് വന്ന അബ്രഹാം സ്തോത്രം പിന്നെ ദൈവമായി കർത്താവ് പറയുന്ന അതേപടി അനുസരിച്ചുകൊണ്ട് പോവുകയാണ്. സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടാ? സ്തോത്രം, ജീവനുള്ള ദൈവത്തെ കണ്ടു എന്നുള്ളതാണ്. സ്തോത്രം ചെയ്യുന്നു. തേജോമയനായ ഒരു ദൈവത്തെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം ജീവിക്കുന്നുവെന്നും അവൻ തേജോമയനായ ദൈവമാണെന്നും അവൻ സർവശക്തനാണെന്നും അതിലൊക്കെ
വ്യക്തമായി അറിയാവുന്ന അബ്രഹാം അവന്റെ പിന്നീട് അവന്റെ വാക്കിൽ കൂടെ അവന്റെ വഴിയിൽ കൂടെ സഞ്ചരിക്കുക. അവൻ പറയുന്നതിന് പുള്ളി തെറ്റാതെ ദൈവത്തിന്റെ വഴി സംസാരിക്കുന്നു. തന്റെ ഏകജാതനായി പുത്രനെ ബലി കൊടുക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവം അബ്രഹാം അത്രമാത്രം അനുസരണമുള്ളവനായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. ശ്രദ്ധിച്ചു നോക്കേ. ഹല്ലേലൂയ ഹല്ലേലൂയ തൻ സ്വന്തം കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച ഹല്ലേലൂയ സ്തോത്രം ആദം തെറ്റിപ്പോയപ്പോൾ സ്തോത്രം ഞാൻ പ്രത്യേകത ഓർക്കും. സ്വന്തം കാര്യങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച ആദാം അബ്രഹാം ദൈവത്തിന്റെ വാക്ക് ഹല്ലേലൂയ വിശ്വസിച്ചില്ല. ദൈവത്തിന്റെ വാക്കിന് വില കൊടുത്തില്ല. ഭാര്യയുടെ അനുവാദം ചോദിച്ചു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ഭാര്യയെ സ്നേഹിച്ച് ദൈവത്തിന്റെ വാക്കിന് വില കൊടുത്തില്ല. സ്തോത്രം. അതിനകത്ത് ഒത്തിരി മർമ്മങ്ങൾ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഹല്ലേലൂയ അബ്രഹാം ആദമിനോടാണ് പറഞ്ഞത്, ഈ മരത്തിന്റെ ഈ വൃക്ഷത്തിലെ ഫലം തിന്നുന്ന നാൾ നീ മരിക്കുമെന്ന്. സ്തോത്രം. ഹവ്വയോടല്ല, ഹവ്വയോട് ആദം പറഞ്ഞു കേൾപ്പിച്ചതാണ്. അപ്പൊ ദൈവശബ്ദം കേട്ടത് ആദമാ. നോക്കിയേ, ആ പഴം പറിച്ചുകൊണ്ട് തിന്നുകൊണ്ട് ആദമിന്റെ അരികിൽ ചെല്ലുന്ന ഹവ്വ അതുവരെ നഗ്നയല്ല. ആദം ഇത് കഴിച്ച് തൊണ്ടേന്ന് ഇറങ്ങിയപ്പോഴാണ് രണ്ടുപേർക്കും തോന്നിയത്. സ്തോത്രം ചെയ്യണു. അപ്പൊ ദൈവവചനം കേട്ടവൻ എന്തുകൊണ്ടാ കഴിച്ചെന്നറിയാമോ? ഭാര്യ സുന്ദരിയായ ഭാര്യയാണ്. വേറെ ഒരിടത്തും നോക്കിയിട്ടും കിട്ടില്ല. സ്തോത്രം ചെയ്ത് കർത്താവ് ഉണ്ടായി കൊടുത്ത കയ്യിൽ നിന്ന് പോകും. സ്തോത്രം മരിച്ചു പോകും എന്നുള്ള ആ ഒറ്റ കാര്യത്തിൽ ഭാര്യയെ ഓർത്തുകൊണ്ട് സ്തോത്രം ദൈവത്തിന്റെ വാക്ക് അവന് വില കൊടുത്തില്ല. എന്നാ ഇവിടെ നോക്കിയേ, അബ്രഹാം 100 വയസ്സായി കിട്ടിയ പൈതലിനെയും കൊണ്ട് സ്തോത്രം നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ ഞാൻ മോറിയ ദേശത്ത് ചെന്ന് ഞാൻ കാണിക്കുന്ന മലയിൽ ബലി അർപ്പിക്കാൻ, ഹോമയാഗം അർപ്പിക്കാനാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹോമയാഗം നമുക്കറിയാം, അത് കഷ്ണമാക്കി തൊലിയിരിക്കേണ്ട കേസാണ് ഹോമയാഗം. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ മകനെ ആകെ കിട്ടിയതാ, 100 വയസ്സിൽ തന്നതാണ്. ആ മകനെയും കൊണ്ട് പോകാനായിട്ട് കർത്താവിന്റെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ തിരുമനസ്സായ അബ്രഹാമിന്റെ വിശ്വാസം നോർത്ത് നോക്കി സ്തോത്രം ചെയ്യുന്നു. വേണമെങ്കിൽ അബ്രഹാമിന് അതിൽ നിന്ന് ഒഴിയമാകാമായിരുന്നു. സാറയോട് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, കൊണ്ട് ബലി കഴിപ്പിക്കാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടുന്ന് ഒഴിവാകാമായിരുന്നു. ആദം പറഞ്ഞതുപോലെ പറയാമായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. നീ എനിക്ക് തന്ന ഭാര്യ ഹല്ലേലൂയ തെറ്റിച്ചു, സ്തോത്രം, അവൾ എനിക്ക് തന്നു, ഞാൻ തിന്നു എന്ന് പറഞ്ഞ പോലെ ഹല്ലേലൂയ ഞാനപ്പനാണെങ്കിലും അവളല്ലേ പ്രസവിച്ചത്, അതുകൊണ്ട് അവളെയും കൂടെ ഒന്ന് പറയാതെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, അവൾ വിട്ടില്ല. സ്തോത്രം. അതുകൊണ്ട് അബ്രഹാമിന് ഒരുപാട് അനുഗ്രഹങ്ങളാണ് കർത്താവ് കൊടുത്ത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. അത് വ്യക്തമായിട്ട് ഐശ്വര്യമായി അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നത് കാണാം നമുക്ക്. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, ഐശ്വര്യമായി ഞാൻ നിന്നെ അനുഗ്രഹിക്കും. മറ്റേടത്തിന്റെ പറഞ്ഞ ഞാൻ നിന്നെ ശപിച്ചു. സ്തോത്രം ചെയ്തു. ഓക്കെ, എത്ര വ്യക്തമായ കാര്യം. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ സന്തതിക്ക് ഇതുപോലെ വില വന്നത്. സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിന്റെ സന്തതിക്ക് ഇതുപോലെ വില വന്നതുകൊണ്ട് അബ്രഹാമിന്റെ ആ വിശ്വാസമാണ് സന്തതികൾ. അതാണ് അബ്രഹാമിൽ നിന്നും ഒരു തലമുറയെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നു പറഞ്ഞ അതുകൊണ്ടാ. സ്തോത്രം ചെയ്യുന്നു. അതിന്റെ വാക്യമുണ്ട്, ഇപ്പൊ കാണിക്കാൻ നേരമില്ല വായിക്കാൻ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ദൈവമായ കർത്താവിനെ അനുസരിച്ച് മുമ്പോട്ട് പോയാൽ ദൈവത്തിന്റെ കരുണ നമ്മോട് കൂടെ ഇരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. കർത്താവിടെ ഈ ലോകത്തിലായിരുന്നു പല പ്രാവശ്യം പറഞ്ഞു, അബ്രഹാമിന്റെ സന്തതിയെ തേടി ഞാൻ വന്നെന്ന് പറഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ദൂതന്മാരെ സംരക്ഷിക്കാനല്ല വന്നത്, അബ്രഹാമിന്റെ സന്തതിയെ തേടിയ ഹല്ലേലൂയ വന്നെന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്തുകൊണ്ടാ പറയുന്നറിയാവോ? സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിന് അത്രമാത്രം വരെ കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആ സന്തതി. അപ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് പരിശുദ്ധാത്മാവിനെ വരേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് കർത്താവ് തന്നിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹത്തോട് കൂടെ ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുവരിക. സ്തോത്രം ചെയ്യും. ഇവിടെ പത്രോസ്ലീഹ സ്തോത്രം ചെയ്യുന്ന വർഷങ്ങളായിട്ട് കർത്താവിന്റെ വേല ചെയ്തു. തന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഹല്ലേലൂയ ലേഖനം എഴുതുമ്പോൾ നിങ്ങളെ വിളിക്കൊത്തവണ്ണം എന്ന് പറയാ, നിങ്ങളെ വിളിയും തെരഞ്ഞെടുപ്പും ഹല്ലേലൂയ സ്തോത്രം വളരെ ശ്രദ്ധിച്ച് ആ തെരഞ്ഞെടുപ്പിന് ഒത്തവണ്ണം നിങ്ങൾ നടക്കുക, പ്രവർത്തിച്ച് സ്നേഹത്തോടെ കരുണയോടെ പരസ്പരം സഹായിച്ച് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ എല്ലാം ഉപദേശം മുഴുവൻ നമുക്ക് വായിക്കാൻ കാണും, വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അവസാനം പറയുക, ഹല്ലേലൂയ ഒന്നിനും നിങ്ങൾ വിചാരപ്പെടേണ്ട, എല്ലാം അവനെ പരമേൽപ്പിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ പത്രോസിനെ വിളിച്ച എവിടുന്നാന്ന് നമുക്കറിയാം അല്ലേ? മീൻപിടുത്തത്തിന്റെ എവിടുന്നാ വിളിക്കുന്നത്? അത്ഭുതങ്ങൾ കാണിച്ചിട്ടാണ് വിളിച്ചോണ്ട് വരുന്നത്. കാരണം പത്രോസിനെ കർത്താവ് കണ്ടപ്പോഴേ മനസ്സിലായി, ഇവനാണ് ഇതിന്റെ നേതാവായിട്ട് വരേണ്ടത്. എടുത്തിയാട്ടക്കാരൻ നമ്മൾ പറയും.
നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ എടുത്തിയാട്ടക്കാരനായി പത്രോസ് എവിടെയും പെട്ടി തുറന്ന് കാര്യം പറയും. വെട്ടെന്നേ മുരുണ്ടേ എന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങൾ പറയുകയാണ്. അതിൽ എവിടെയൊക്കെ ഇങ്ങനെ സ്വഭാവം ഇതാണെങ്കിലും കർത്താവ് ഇത്രയോ തീഷ്ണതയുള്ള ഈ പത്രോസിനെ കർത്താവ് സ്തോത്രം ചെയ്യുന്നു. തന്റെ സഭയുടെ തൂണായിട്ട് കണ്ടിരിക്കുക. സ്തോത്രം അറിയാം. ആദ്യവും അന്ത്യവും അറിയാവുന്ന എന്റെ കർത്താവ് പത്രോസിനെ വ്യക്തമായി മനസ്സിലാക്കിയെടുത്ത കർത്താവ് നേരത്തെ തന്നെ താക്കോൽ അവന്റെ കയ്യിലോട്ട് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഈ താക്കോലും കൊണ്ട് നടക്കുന്ന പത്രോസിന്റെ പിന്നാലെ എന്റെ കർത്താവ് പോണ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മീൻപിടുത്തത്തിന്റെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിനെയാണ് വിളിച്ചത്. മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസിനെ കർത്താവ് വിളിക്കുന്നേ. 2 പടകുകൾ അടുത്ത് കിടക്കുക. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ പടകിൽ പത്രോസിനുള്ളതായ ഒന്നിൽ കയറിയിട്ട് അല്പം നീക്കാൻ പറഞ്ഞു. നീക്കി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അവിടെ പ്രസംഗിച്ചതിന് ശേഷം സൃഷ്ടിച്ചതിന് ശേഷം ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു ഒന്നും കിട്ടിയിട്ടില്ല. ഇത്രയും നേരം അധ്വാനിച്ചൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞെടുത്ത് പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. വലയിറക്കാൻ പറഞ്ഞു. ഇറക്കി മീൻ വലിച്ചു കയറ്റാൻ വയ്യാതെ മീൻ കയറി. ഹല്ലേലൂയ. അവിടെ പറയുന്നൊരു വാക്കുണ്ട്, കർത്താവേ ഞാൻ പാപിയാണ്, എന്നെ വിട്ടു പോകണം. ഹല്ലേലൂയ. സ്തോത്രം. ആരാണ് യേശു എന്ന് വ്യക്തമായൊരു കാഴ്ചപ്പാട് ഹല്ലേലൂയ പത്രോസിലേക്കായി കിട്ടുകയാണ്. ഇവൻ കർത്താവാണ്, ഇവൻ ദൈവമാണ്. സ്തോത്രം ചെയ്യും. പറയുന്നിടത്ത് മീൻ വരും. ഇവൻ പറയുന്ന വാക്കിന് വിലയുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ പത്രോസ് പറയാ, ഞാൻ പാപിയാണേ, നീ എന്നെ വിട്ടു പോണമേ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അപ്പൊ പറഞ്ഞു, മീൻ പിടിക്കുന്നവനല്ല, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. ഹല്ലേലൂയ. മീൻ പിടുത്തം അവിടെ കൊണ്ട് അവസാനിപ്പിച്ചു. സ്തോത്രം ചെയ്യുന്നു. മനുഷ്യനെ പിടിക്കാനുള്ള വലയാണ് ഇനി കൈ കൊടുത്തത്. ഇനി അതിനെ മീൻ കണ്ടുപിടിക്കാനല്ല. ഇനി എവിടെ പോയി മീൻ പിടിച്ചാലും കിട്ടുകയില്ല, കാരണം വിളി മാറിപ്പോയി. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാന്നൊക്കെ ഏറ്റു പറഞ്ഞു. ഹല്ലേലൂയ. താക്കോലും ഒക്കെ കൈ കൊടുത്ത് പിന്നെയും പുറകെ കിടക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ അവസാനം നമ്മൾ കാണുന്നത് കർത്താവിന്റെ ക്രൂശിൽ മരണശേഷം ഇവർ ഒരുമിച്ചിരിക്കുന്ന ഒരു ഭാഗത്തിലേക്ക് ഹല്ലേലൂയ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ് പറയുകയാണ് 21-ാം അധ്യായത്തില്, ഞാൻ മീൻ പിടിക്കാൻ പോടൂ എന്ന് പറഞ്ഞ് അവരാകെ നിരാശയോടെ പത്രോസ് തന്റെ കൂട്ടുകാരും ഒത്ത് മീൻ പിടിക്കാൻ പോയിട്ട് കാണാം. യേശുവിന്റെ മരണത്തോടു കൂടെ ഹല്ലേലൂയ അവരുടെ സകല പ്രതീക്ഷയും അസ്തമിച്ചു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവരുടെ നിത്യവൃത്തിക്കുള്ള ആഹാരം പോലും ഇല്ലാതെയായി. സ്തോത്രം. അതുകൊണ്ട് അവര് ഹല്ലേലൂയ മീൻ പിടിക്കാൻ പോകാനായിട്ട് പത്രോസിന്റെ നേതൃത്വത്തിൽ തന്നെ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസിന്റെ നേതൃത്വത്തിൽ തന്നെ അവർ മീൻ പിടിക്കാൻ പോയി. പക്ഷേ എന്റെ കർത്താവ് അവരുടെ കൂടെ പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം കർത്താവ് സ്തോത്രം ചെയ്തു. സ്വർഗത്തിന്റെ താക്കോൽ എന്റെ പത്രോസിന്റെ കയ്യിൽ കൈമാറിയവൻ ഹല്ലേലൂയ ഇതിലെ പോയാലും ഇവിടെ കാണുമ്പോൾ കൂട്ടി വരുമെന്നറിയാം. അപ്പൊ അവിടെ തന്നെ കർത്താവ് കരയ്ക്കുണ്ടായിരുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. വിഷമിച്ചിരിക്കുമ്പോൾ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തില് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? 21-ാം അധ്യായം. അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനയിലെ നഥനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിക്കുവാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ടും ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആര് എന്ന് അവനോട് ചോദിക്കുവാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി.
ഞാനിതിന്റെ ആ കാര്യങ്ങളൊന്നും നിങ്ങളെ കാണിക്കാനായിട്ട് വായിപ്പിച്ചതേ ഉള്ളൂ. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് എങ്ങനെയാണ്? സ്തോത്രം ചെയ്യുന്നു. ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചു. 7 പേരാണ്. ഭൂരിപക്ഷ ആൾക്കാരും പത്രോസിന്റെ നേതൃത്വത്തില്, ലീഡർഷിപ്പിൽ അവർ മീൻ പിടിക്കാം. നിരാശയുടെ പടകിൽ നിരാശയുടെ മീൻ പിടിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു കർത്താവിന്റെ മരണത്തോടു കൂടെ അവർ നിരാശരായി പോയി. അവർ പഴയതിലേക്ക് പോയി. കൂട്ടുവാൻ ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല. അതൊക്കെ ഈ കർത്താവ് ചോദിക്കുന്നുണ്ട്, കൂട്ടുവാൻ വല്ലതും ഉണ്ടോന്ന്. എന്താ ചോദിച്ചെന്നറിയാവോ? ഞാൻ വിചാരിക്കുന്നു ഇവരിരുന്ന് പറഞ്ഞ അത് തന്നെയാ. ഇവർ 7 പേര് കൂടിയിരുന്ന് പറഞ്ഞ കൂട്ടാനൊന്നുമില്ല, കഴിക്കാനൊന്നുമില്ല, പോകാം, ഇനി നിന്നിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ ഇവര് പോയി. ഇത് കർത്താവ് കേട്ടോണ്ടിരിക്കുക. സോ അതാണ് ചോദിച്ചത്. ഈ വേർഡ് കേൾക്കുമ്പോഴെങ്കിലും ഓർത്തോണം, ഇതാരാ, പരിചയമുള്ള ആളാ സംസാരിക്കുന്ന. പ്രൈസ്. പക്ഷെ അത് മനസ്സിലായില്ല. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവര് കൂട്ടുവാൻ ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, പടകിന്റെ വലതു ഭാഗത്ത് വീശാൻ. പ്രൈസ് ദി ലോർഡ്. ഇവർ നിൽക്കുന്നത് 200 മീറ്റർ അകലത്തിലാണ് എഴുതിയിരിക്കുന്നത്. 200 മീറ്റർ എന്ന് അകലം പറഞ്ഞാൽ നമ്മൾക്ക് വിളിച്ചാൽ കേൾക്കുന്ന അകലത്തിലാണ് 200 മീറ്റർ. ആഴക്കടൽ മീൻ പിടിച്ചു വന്നവരായിരുന്നു വിചാരിക്കണം. പക്ഷെ 200 മീറ്ററിന്റെ അകലത്തിനകത്ത് നിങ്ങൾ അങ്ങോട്ട് ആഴക്കടലിലോട്ട് വീശാനെന്ന് വല്ല പറഞ്ഞത്. നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ വലത്തോട്ട് വീശാനാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ വീശി. മീനിന്റെ കൂട്ടം കാരണം, പെരുപ്പം കാരണം അത് വലിക്കാൻ കഴിഞ്ഞില്ലെന്ന് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആലോചിച്ച് നോക്കിയേ. സ്തോത്രം. യേശു ആരാണെന്ന് ഒന്നും കൂടെ പത്രോസിനോട്, പ്രത്യേകിച്ചും പത്രോസിനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. സ്തോത്രം. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവൻ. ഹല്ലേലൂയ. സ്തോത്രം. അതാണ് മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുക. അവർ വീശാൻ പറഞ്ഞു, അവിടെ വീശി. ഞാൻ പറയായിരുന്നു കരയ്ക്ക് വീശാൻ അവിടെ മീൻ വരും. കാരണം കൽപ്പിച്ചത് കർത്താവാണ്. ഹല്ലേലൂയ. അപ്പൊ നിൽക്കുന്നിടത്ത് മീൻ വലിച്ചു കയറ്റാൻ വയ്യാത്ത മീനാ കിട്ടിയ. സ്തോത്രം ചെയ്യുന്നു. അവർ അതിശയിച്ചു പോയി. സ്തോത്രം ചെയ്യുന്നു. അവിടം തൊട്ടേ അവർക്ക് അതിശയമായി. സ്തോത്രം ചെയ്യും. വലിച്ചു കയറ്റാൻ പറ്റാ, വല പടകിൽ കയറ്റാൻ വയ്യാത്ത മീൻ ആണെന്ന് പറഞ്ഞപ്പോഴത്തേന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുവാണ്, സ്തോത്രം, ഇത് കർത്താവാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പത്രോസ് നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി താടി എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വെറും നഗ്നനായി മീൻ പിടിക്കുക എന്നുള്ള അതിന്റെ അർത്ഥം അതല്ല. ഒരു യഹൂദന് 3 വസ്ത്രങ്ങൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയോ? ഒരു പുറം വസ്ത്രം, അകത്ത് അതിന്റെ അങ്ങനെ 3 ലെയറാണ്. അതിൽ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോഴും സമൂഹത്തിലൊക്കെ നടക്കുമ്പോഴും മാന്യരാൾക്കാരുടെ മുമ്പിൽ ചെല്ലുമ്പോഴും പുറത്തെ ആ കോട്ടിട്ടോടാണ് ചെല്ലുന്നത്. സ്തോത്രം ചെയ്യുന്നു. കർത്താവെന്ന് പറഞ്ഞപ്പോ കോട്ട് വലിച്ചു. കാരണം ചെയ്യുന്നു. ഹല്ലേലൂയ. ഊരുവാണ്. സ്തോത്രം. അതിന്റെ മുമ്പിൽ സ്തോത്രം നിൽക്കാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ വസ്ത്രങ്ങള് ആരും നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അല്ലാതെ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ല പറഞ്ഞു. സ്തോത്രം. ബഹുമാനത്തോടെ സ്തോത്രം കടലിൽ ചാടിയെന്ന് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാധാരണ കോട്ട്, ഈ പറയുന്ന 3 വസ്ത്രം അവിടെ ഇല്ല. മീൻ പിടിക്കാൻ പോയതല്ലേ, ബാക്കി വസ്ത്രങ്ങളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മാന്യനായ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുവാൻ ഉള്ള വസ്ത്രം ഇല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് കടലിൽ ചാടി നഗ്നം വരയ്ക്കാന്ന് പറഞ്ഞ പോലെ പോയത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് ഈ കർത്താവാണെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ ഇത് വലിച്ചു കയറ്റുകയാണ്. അത് വലിച്ചു കയറ്റിക്കൊണ്ടിരുമ്പോ 153 വലിയ മീൻ അതിനകത്ത് പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു. അത്ര വലുതായിട്ടും വല കീറിയിട്ടില്ലെന്ന് എഴുതിയിരിക്കുന്നു. കാരണം കർത്താവാണ് കൽപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് 153 അല്ല, എന്തര കയറിയാൽ ഇത് കീറത്തില്ല. കാരണം ഇവരെ അത്ഭുതങ്ങൾ കാണിച്ചവരെ സ്വന്തം കർത്താവിന്റെ വിടിയിലേക്ക് കൂട്ടിക്കൊണ്ടിരിക. ഇവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പോയവരെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഇത് മുഴുവൻ വലിച്ചു കയറ്റി കരയ്ക്ക് കൊണ്ടുവന്ന് വെച്ച് പറഞ്ഞു, ഇപ്പോൾ പിടിച്ചതിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവർ എണ്ണി നോക്കുമ്പോൾ 153 വലിയ മീനുകളാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. അത് കരയ്ക്ക് കയറ്റി കിടക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവര് ആകെപ്പാടെ നേരം വെളുക്കുന്നിടം വീശി ഒന്നും കിട്ടിയില്ല. വെള്ളത്തിൽ കിടന്ന് സ്തോത്രം ചെയ്യുന്നു. വെള്ളത്തിൽ കിടന്ന് ഇവര് നനഞ്ഞ് വിറച്ച് നിൽക്കുമ്പോൾ ഇവരെ കരയ്ക്ക് വെച്ച് കർത്താവ് വിളിച്ചവര് കയറി ചെല്ലുമ്പോൾ അവിടെ ഇവർക്ക് വേണ്ടിയ ഭക്ഷണം മാത്രമല്ല, ഇവരുടെ നനവും ഇവര് വിറച്ച് നിൽക്കുമ്പോൾ അവരുടെ ആ കുളിര് മാറ്റുവാൻ അവർക്ക് വേണ്ടുന്ന കനൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കർത്താവ്. സ്തോത്രം. ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ കുഞ്ഞൊരു കാര്യം പോലും, ചെറിയൊരു കാര്യം പോലും എൻ്റെ കർത്താവ് മനസ്സിലാക്കുന്നു. നമ്മുടെ ഈ കുറവുകളെ കർത്താവ് അറിയുന്നു. സ്തോത്രം ചെയ്യുന്നു. ദൈവ വിളിയുള്ള ഒരു മനുഷ്യന് മീൻ പിടിക്കാൻ പോയാൽ മീൻ കിട്ടത്തില്ല. കാരണം അവിടെ മനുഷ്യനെ പിടിക്കുന്ന, സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന്റെ വേലയിലേക്ക് അവനെ കർത്താവ് കൊണ്ടുവന്നു. ദൈവദാസന്മാരും അതുപോലെ കർത്താവിന്റെ വേല ചെയ്യുന്നവർക്കുള്ള വലിയൊരു ദൈവമക്കൾക്കുള്ള വലിയൊരു ദൂതാണിത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു ദൈവവേദന മീൻ പിടിച്ച് അധ്വാനിച്ചല്ല കർത്താവ് വിളിക്കുന്നത്. സ്തോത്രം. ഞാനാണ് നിനക്ക് ഭക്ഷണം ഒരുക്കുന്ന എഴുതിയിരിക്കുന്നത് അല്ലേ? എവിടെ എങ്ങനെയല്ലേ കണ്ടത്? സ്തോത്രം ചെയ്യുന്നു. കനലിൽ മേൽ ചുട്ട അപ്പം. സ്തോത്രം. മീൻ
ഞാൻ പറയുമായിരുന്നു മീനോടെ ചുട്ടു വെക്കാൻ മേലാഞ്ഞിട്ടല്ല, കർത്താവിന് ചുട്ട മീൻ കൊണ്ടുവരാൻ മേലാഞ്ഞിട്ടില്ല. എന്താണെന്നറിയാമോ? ഇവരും വിശാലിയ സ്തോത്രം വിഷമിച്ച് ഈ കുളിരോടുകൂടി വിറച്ച് കയറി വരുമ്പോൾ അവർക്കൊന്ന് തണുപ്പ് മാറ്റാനും ഒന്ന് നിലനിൽക്കാനും ഒരു ഇടം വേണം. അതിനുവേണ്ടി കർത്താവ് ഒരുക്കിയതാ ആ തീ. എന്താ പറയുന്ന തീയിന്മേൽ മീൻ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. സ്വതം ഇവരവിടെ വന്ന് അവരുടെ തടുപ്പ് മാറ്റി അവർ ആശ്വസിക്കാൻ വേണ്ടി കർത്താവ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ ഓരോ കാര്യങ്ങളിലും കർത്താവ് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സുഹൃത്തുക്കളോട് ഇതുപോലെ ഓരോ കുഞ്ഞു കാര്യങ്ങളിലും കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൂടെ അവൻ നിൽക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവര് ദൈവവേലക്കാരാണ്, കർത്താവിന്റെ വേല ചെയ്യുന്നവരാ. ഇനി വേല ചെയ്യാൻ പോവാണ്, വിളിയാ. അപ്പോൾ പത്രോസിനെ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. നീ അധ്വാനിച്ചത് കൊണ്ടല്ല നീ പോകാൻ പോണത്. ഞാൻ നിനക്ക് വേണ്ടി നീ അധ്വാനിക്കാത്തതിനെ ഞാൻ ഒരുക്കുന്നുണ്ട്. നീ എന്റെ വേല ചെയ്യുവാണെങ്കിൽ ഞാൻ നിന്നെ പുലർത്തുവന്നേ, നീ അറിയാത്ത വഴിയിൽ ഞാൻ നിന്നെ പോറ്റുവന്നേ. നമ്മൾ അനുഭവിക്കുന്നതല്ലേ, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലാണ് കർത്താവിന്റെ വഴി ഒരുങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. കനൽ ചുട്ട അപ്പം കൊണ്ട് പോഷിപ്പിക്കാൻ എന്റെ കർത്താവ് ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വറുത്ത മീൻ, ഇത് രണ്ടും കൊടുക്കാൻ കർത്താവ് ശക്തനാണ്. മാത്രമല്ല നിന്റെ സാഹചര്യങ്ങളിൽ നിന്റെ ആവശ്യങ്ങളെ മാറ്റുവാൻ, നിന്റെ തണുപ്പ് മാറ്റുവാൻ, നിന്റെ കുളിൽ മാറ്റുവാൻ നിന്നെ കർത്താവ് അതിനുവേണ്ടി കർത്താവ് വഴി ഒരുക്കിയിട്ടുണ്ട്. ആ സകല ആവശ്യങ്ങളിലും വഴി ഒരുക്കിയിട്ടുണ്ട്, കാണാം. ഹല്ലേലൂയ. അപ്പൊ ദൈവമായ കർത്താവിന്റെ കരുണയാണ്. സ്തോത്രം. ഈ കനൽ ചുട്ട അപ്പം നമ്മൾ ഈ അപ്പം സ്തോത്രം ചെയ്യുന്നത് നമുക്ക് ഇവിടെ ചുട്ട് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇത് കനൽ ചുട്ടതാണ്, നമുക്കറിയാതെ എഴുതിയിട്ടുണ്ട്. ഇതിന് നമ്മൾ വേറൊരു സ്ഥലത്ത് കനൽ ചുട്ട അപ്പത്തിന്റെ കാണാം. ശ്രദ്ധിച്ചല്ലോ, പെട്ടെന്ന് വായിക്കണേ. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് 19-ാം അധ്യായം. നമ്മുടെ മെസ്സേജിന്റെ പ്രധാന ഭാഗത്തേക്ക് വരുവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണേ. 1 രാജാക്കന്മാർ 19:8. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. എന്നിട്ട് ഇത് നമുക്കറിയാം, ഏലിയാവ് എനിക്ക് ഇനി മരിച്ചാൽ മതി എന്നും പറഞ്ഞ് സ്തോത്രം ചൂരച്ചെടിയുടെ ചോടിൽ ഗുഹയ്ക്കകത്ത് പോയി കിടക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. അവിടെ പോയി കിടക്കുകയാണ്. കിടക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ വന്ന് ഒരു കനൽ ചുട്ടയടയും ഒരു തുരുത്തി വെള്ളവും വെച്ചു പറഞ്ഞു, എഴുന്നേറ്റ് തിന്നു കുടിക്കാൻ പറഞ്ഞു. നിനക്ക് മരിക്കാറായിട്ടില്ലെന്നാ പറഞ്ഞേ. നീ തിന്നു കുടിക്കാൻ പറഞ്ഞു. തിന്നു കുടിച്ചിട്ട് വീണ്ടും കിടന്നറിയുമ്പോൾ കർത്താവ് എന്ന് വെച്ച് പറഞ്ഞു, നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അതായത് മരിക്കാൻ കിടന്ന ഏലിയാവിനെ കൊണ്ട് 2 രാജാക്കന്മാരെ വാഴിക്കാനും ഒരു യേഹൂവിനെ വാഴിക്കാനും ഒരു 2 രാജാക്കന്മാരെ വാഴിക്കാനും ഒരു ഏലീശായെ അടുത്ത പ്രവാചകനായിട്ട് വാഴിക്കാനും തന്റെ മുൻഗാമിയായിട്ട് ഹാലലിയ സ്തോത്രം ചാർജ് കൊടുക്കുക വാഴിക്കാനും വ്യക്തമായ ദർശനം കൊടുത്തു. അപ്പൊ ഇതെല്ലാം ഈ കനൽ ചൂട്ട അപ്പം എവിടെ വരെ നടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്? 40 രാവും 40 പകലും നടന്നു. എവിടെ വരെ ചെന്നു? ഹോരേബിന്റെ പർവ്വതത്തോളം, ദൈവത്തിന്റെ പർവ്വതം വരെ ചെല്ലുവാൻ അത് സ്തോത്രം ഏലിയാവിനെ സഹായിച്ചു. നോക്കി, ഇവിടെ ഒരു സംഭവം നമുക്ക് കാണാം. ഈ അപ്പം കൊടുത്തത് എന്തിനാണെന്നറിയാവോ? ഇവർ ഒരു ചെറിയ, അതായത് നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ വിശക്കുമ്പോൾ അവർ ഓടിപ്പോ, അവരെ കുറ്റം വന്നിട്ട് കാര്യമില്ല, മനുഷ്യനാണ്. അവരിങ്ങനെ വിശപ്പിന്റെ വിളി കൊണ്ട് അവർ ഓടിപ്പോവാണ്. അവർ കർത്താവിന്റെ വിളിയും കർത്താവിന്റെ കൂടെ നടന്നു എല്ലാം മറന്നുപോയി. കർത്താവ് പറഞ്ഞ എല്ലാം മറന്നു. ഈ വിശപ്പിന്റെ വിളി അവരെ ഭയങ്കര അസ്വാസ്ഥം. അത് ശരിയാണല്ലോ, മനുഷ്യനല്ലേ? അത് ഒന്നും ഇല്ലാതാക്കി ഇവരെ ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടിയാണ് കർത്താവ് ഈ അപ്പം കൊടുത്തത്. ഇത് ഏലിയാവ് 40 രാവും 40 പകലും ഇതുകൊണ്ട് നടന്നെങ്കിൽ ഇതും 40 രാവും 40 പകലും നടക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാണ്. അതിന്റെ 20-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം ഒന്ന് വായിച്ചേ. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ 8 ദിവസം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ക്രൂശ് വരുന്നതിന് ശേഷം 8 ദിവസം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ 9 ദിവസം അല്ലെ 10 ദിവസം ആട്ടെ, 9 ദിവസം അല്ലെ 10 ദിവസം ആയിട്ട്, അപ്പൊ 8 ദിവസം, അതായത് 10-ാം ദിവസം ഒന്ന് കൂട്ടി 9-ാം ദിവസം കൂട്ടിക്കോ, കഴിഞ്ഞിട്ടാണ് മീൻ പിടിക്കാൻ പോണത്. അപ്പൊ ഈ കർത്താവ് ഇവരോട് ഇടപെടുന്നത് കർത്താവിന്റെ ക്രൂശ് വരുന്ന 8 ദിവസം കഴിഞ്ഞിട്ടാ, അല്ലെ 9-ാമത്തെ ദിവസമോ അല്ലെ 10-ാം ദിവസമാണ് ഇടപെടുന്നത്. സ്തോത്രം എന്ന് വെച്ചാൽ ഈ 40 ദിവസം, ഈ 10-ാമത്തെ ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്ത 40 ദിവസം കൊണ്ട് ഇവര് ചെല്ലേണ്ട സ്ഥലത്ത് എത്തണം. എവിടാന്നറിയാവോ? വിശുദ്ധ മർക്കോസിന്റെ മാളികയിൽ പരിശുദ്ധാത്മാവിന്റെ ആവാസം വരും. അതായത് 50-ാം പെരുന്നാള്. മനസ്സിലായല്ലേ? 40, 10, 50. ഈ 40 ദിവസം ചെല്ലാണ്ട് ഭക്ഷണം ഇവർക്ക് കൊടുത്തു. ഇവർക്ക് വിശപ്പില്ല, ദാഹമില്ല. ഇപ്പം
ഇവരവിടെ വരെ ചെല്ലുവാണ്. സ്തോത്രം 40 രാവും 40 പകലും ഹാലലുയ അവർ ഭക്ഷണം കൂടാതെ നടന്ന് പരിശുദ്ധാത്മാവിന്റെ ആവാസം 50-ാം പെരുന്നാളിൽ സ്വർഗ ദൈവത്തിന്റെ ആത്മാവരുടെ മേൽ ആവസിക്കുമ്പോൾ ഉയരത്തിലെ ശക്തി അവരുടെ മേൽ വന്നപ്പോൾ അവർ വിശപ്പും ദാഹവും മറന്നു, എല്ലാ പേടിയും പോയി. സ്തോത്രം ചെയ്ത് ഒരു കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. സ്തോത്രം ചെയ്യുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തില് ഹാലലുയ സ്തോത്രം ഏലിയാവിനെ നടത്തി ഏലിയാവിനപ്പം കൊടുത്തതുപോലെ 40 ദിവസം 40 രാവും 40 പകലും നടന്ന് ഹോരേബിന്റെ പർവ്വതത്തിൽ ദൈവത്തിന്റെ പർവ്വതത്തിൽ എത്തുവോളം നടന്നതുപോലെ ഈ ശിഷ്യന്മാർ ഇവിടുന്ന് ഭക്ഷണത്തിന്റെ പ്രശ്നം അവസാനിപ്പിച്ചിട്ട് ഈ ബലം കൊണ്ട് കർത്താവിന്റെ ആത്മാവ് ഉയരത്തിലെ ശക്തി ഭരിക്കുവാൻ, ഉയരത്തിലെ അപ്പം ഭക്ഷിക്കുവാൻ തക്കവോളം, ഉയരത്തിലെ അപ്പം ഭക്ഷിച്ച് ബലം പ്രാപിച്ച് തന്റെ വേല ജയിക്കുവാൻ തക്കവണ്ണം വരെ ബലപ്പെടുത്താൻ തക്കവണ്ണം ആ ഭക്ഷണം കിട്ടുന്നത് വരെ, ആ ആത്മാഭിഷേകം പ്രാപിക്കുന്നത് വരെ പരിശുദ്ധാത്മാവരെ അവിടെ നടത്തിക്കൊണ്ടുവന്നു എന്നാ സത്യം. ഹല്ലേലൂയ. അതാണ് ഈ പറയുന്ന ഹനൽ ചുട്ട അപ്പത്തിന്റെ കാര്യം ഇവിടെ പറയുന്നത്. അതുവരെ നടത്തണം, ഇവർ ശക്തരാകണം, ഇവർ കർത്താവിനോട് നിൽക്കണം പരിശുദ്ധാത്മാവിന്റെ നിറവോടെ. സ്വതം അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കഴിഞ്ഞിട്ട് 3 പേരുടെ ഇറങ്ങി ചെല്ലുമ്പോഴാണ്, പത്രോസ് യോഹന്നാനും കൊണ്ട് ചെല്ലുമ്പോഴാണ് പിറവിലെ മുടന്തനായ മനുഷ്യനെ കണ്ട് അവനെ എഴുന്നേൽപ്പിച്ച് യേശു കർത്താവിന്റെ നാമത്തിൽ നടക്കാൻ പറഞ്ഞ് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുക. എന്തൊരു ധൈര്യമാണെന്ന് നോക്കണം. പരിശുദ്ധാത്മാവ് വരാൻ നോക്കി. സ്തോത്രം. ഇത് പ്രാപിക്കാൻ വേണ്ടിയാണ് ഈ കനൽ ചുട്ട അപ്പം കൊടുത്തത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കനൽ ചുട്ട അപ്പല്ല, ഇപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളുള്ളത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നതുകൊണ്ട് നാം ഒന്നിനെ പറ്റി വിചാരപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സ്തോത്രം. ഇത്രയും നാളും കർത്താവിന്റെ പേരെ അധ്വാനിച്ച ദൈവദാസൻ പറയുക, സ്തോത്രം, ഒന്നിനെ പറ്റി വിചാരപ്പെടണമെന്ന്. സ്തോത്രം ചെയ്യുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ? ഒന്നും കൂടെ അത് വായിച്ചു നോക്കി. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 1 പത്രോസ് അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകുയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവൻ. നിർമ്മതരായിരിക്കുവൻ, ഉണർന്നിരിക്കുവൻ. നിങ്ങൾ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. അപ്പൊ പിശാചാണ് നമ്മളെ തെറ്റിക്കാൻ നടക്കുന്നത്. നമ്മളെ സംശയം കൊണ്ടുവന്ന് പിശാച് തെറ്റിക്കാൻ നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കുക, ബലത്തോടെ ഇരിക്കുക. തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന വഴി കർത്താവ് ഒരുക്കി തരും. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ എന്റെ ദൈവം സർവശക്തനാണെന്ന് എഴുതിയിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ബലത്തോടെ ഇരിക്കുക. നമ്മൾ എവിടെയാണെങ്കിലും ഒന്നിനും വേണ്ടി നമ്മൾ വിചാരപ്പെടണ്ട. ദൈവം തന്റെ സഭയെ തക്ക സമയത്ത് വേണ്ടതുപോലെ നയിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം ചെയ്യും. അതിന്റെ 5-ാം അധ്യായത്തിന്റെ ആദ്യം തൊട്ട് വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സഭയുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ദൈവദാസന്മാരോടൊക്കെ ഉള്ള ദൂതാണ്. സ്തോത്രം ചെയ്യുന്നു. ഒന്നിനെ പറ്റിയും ഭാരപ്പെട്ടിരുന്ന എഴുതിയിരിക്കുന്നത്, ഞാൻ എന്റെ സഭയെ പണിയും, എന്റെ തന്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കും. സ്തോത്രം ചെയ്യുന്നു. എന്താ പറയുന്നത്? ദേവദാസന്മാരോട് അങ്ങനെ പറയുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊണ്ട്, അത് വളരെ ആത്മാർത്ഥത്തോടെ മേയിച്ചുകൊണ്ട് അവസാനം എന്ത് ചെയ്യണം? ഇടയ ശേഷൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിപ്പാൻ തക്കവണ്ണവരെ കർത്താവിന്റെ ആത്മാവോടെ തേജസ്സോടെ ആത്മാവ് മേയിപ്പാനാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ ഒത്തിരി ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം പറഞ്ഞിരിക്കുക, സ്തോത്രം ചെയ്യുന്നുണ്ട്, തക്ക സമയത്ത് എത്തുവാന്റെ ബലമുള്ള കരങ്ങളിൽ താണിപ്പീൻ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദൈവമക്കളെ, 5-6 മിനിറ്റ് നീണ്ടുപോയെന്ന് തോന്നുന്നാലും സ്തോത്രം, ഞങ്ങൾ ഞായറാഴ്ച കടന്നു പോവല്ലോ. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചു തന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിപ്പാൻ, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, ദൈവത്തിന്റെ സഭയെ ഉറച്ചു നിർത്തുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ അതിനു വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. വിവിധങ്ങളായ ആവശ്യങ്ങളോടെ ആയിരിക്കുന്ന മക്കളെല്ലാം സ്വർഗത്തിന്റെ ദൈവം ഉറച്ചു നിന്നാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് സാധിക്കും. ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുക. സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഒന്നിനും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നിങ്ങളുടെ കൂടെ ആയിരിക്കാനും ചില സൂം മീറ്റിങ്ങിലൊക്കെ നിങ്ങൾ വചനം സംസാരിപ്പാനും എല്ലാം കർത്താവ് സഹായിച്ചു. നിങ്ങളുടെ സ്നേഹത്തിന്റെ, നിങ്ങളുടെ ആദത്തിന്റെ മര്യാദയും കാരണം എല്ലാം ഞാൻ ഓർത്ത് സ്തുതിക്കുകയാണ്. സ്തോത്രങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രത്യേക ദൈവദാസനെ കുടുംബമായി ഓർക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളുടെ സ്നേഹവും കരുണയും കരുതലും ഒക്കെ മനോഹരമാണ്. പരസ്പരം സഹായിക്കുവാനൊക്കെയുള്ള ഹല്ലേലൂയ ആ മനസ്സ് എത്ര വലുതാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ടല്ലോ, സ്തോത്രം ചെയ്യുന്നു, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ ഹല്ലേലൂയ വിഗതങ്ങളായ ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകരാത്മാരായി ഹല്ലേലൂയ അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. കർത്താവ് ഈ ഒരു വചനം വ്യക്തമായിട്ട് പറയാം. കർത്താവിന്റെ വരവെടുത്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്.
അല്ലേ? സ്തോത്രം ചെയ്യും. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിസൽക്കാരം ആചരിപ്പീൻ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വരുന്നത് ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങൾ ഞായറാഴ്ച 10:50 ഫ്ലൈറ്റിന്റെ നാട്ടിലേക്ക് കടന്നു പോകും. ഹാലിയാസ് നിങ്ങളെല്ലാവരും ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കണം. ദൈവഹിതമായാൽ വീണ്ടും വരുവാൻ കർത്താവ് സഹായിച്ചെങ്കിൽ വീണ്ടും കാണാം. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ ഓർക്കണമേ. സ്തോത്രം ചെയ്യണു. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.